ഭാവഗായകൻ പി ജയചന്ദ്രന് കലാകേരളം യാത്രാമൊഴി നൽകി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂർ ചേന്നമംഗലത്തെ പാലിയം തറവാട്ടിൽ നടന്നു. പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം മുടക്കിയ സംഭവത്തിൽ എസ്ഐയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. പേരാമംഗലം എസ്ഐ വിജിത്തിനെയാണ് തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത്. തീരദേശത്ത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ സംഘത്തിലെ 3 പേർ കയ്പമംഗലത്ത് പിടിയിൽ. 1 കോടിയിലധികം രൂപ പ്രതികൾ തട്ടിയെടുത്തതായി പോലീസ്. ചെറുതുരുത്തിയിൽ മണൽക്കടത്ത് പിടികൂടി. മണൽക്കടത്ത് മാഫിയ സംഘത്തിന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. 3 പേർ ഓടി രക്ഷപ്പെട്ടു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാരനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു. പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് കലാകേരളം യാത്രാമൊഴി നൽകി. ചേന്നമംഗലം പാലിയത്തെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം മകൻ ദിനനാഥൻ ചിതയ്ക്ക് തീകൊളുത്തി. ജയചന്ദ്രനെ പാട്ടുകാരനെ ഉണർത്തിയ പാലിയത്തെ മണ്ണിലാണ് ഇനി നിത്യഹരിത ഗായകന്റെ അന്ത്യവിശ്രമം. നിശ്ചയിച്ച സമയത്തേക്കാൾ നേരത്തെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. സംഗീതാസ്വാദകർ അടക്കം വൻ ജനാവലിയാണ് സംസ്കാര ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചത്. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് ഭൗതിക ശരീരം പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും ചേന്നമംഗലത്തേക്ക് കൊണ്ടുപോയത്. യാത്രാമധ്യേ ജയചന്ദ്രൻ പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹം 10:30 ചേന്നമംഗലത്തെത്തിച്ചു. 100 കണക്കിന് ആളുകളാണ് ചേന്നമംഗലത്തെ വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടാണ് ജയചന്ദ്രൻ വിടവാങ്ങിയത്. എണ്ണമറ്റ ഭാവഗാനങ്ങൾ ആസ്വാദകർക്ക് കൈമാറി ഓർമ്മകളുടെ ചിറകിലേറിയാണ് ജയചന്ദ്രന്റെ അന്ത്യയാത്ര. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് 100 കണക്കിന് ആളുകൾ. പൂങ്കുന്നത്തെ വസതിയിൽ നിന്നാണ് ഭൗതിക ശരീരം ഇരിങ്ങാലക്കുട സ്കൂളിലെത്തിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ മൃതദേഹം വഹിച്ച വാഹനത്തെ അനുഗമിച്ചു. KC വേണുഗോപാൽ MP, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, മുൻമന്ത്രി VS സുനിൽകുമാർ, മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാരൻ, കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ഇരിങ്ങാലക്കുടയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം മുടക്കിയ സംഭവത്തിൽ ചാവക്കാട് സ്റ്റേഷനിൽ നിന്ന് പേരാമംഗലം സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയ SIയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. പേരാമംഗലം SI വിജിത്തിനെയാണ് തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത്. SIക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകിയത് വിവാദത്തിനിടയാക്കിയിരുന്നു. ക്രിസ്മസ് രാത്രിയിൽ പള്ളിമുറ്റത്ത് മൈക്ക് ഉപയോഗിക്കുന്നത് തടഞ്ഞതാണ് ആഘോഷ പരിപാടികൾ മുടങ്ങാൻ കാരണം. SIയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. SIക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CPM മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. തീരദേശത്ത് വ്യാപകമായി മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ 3 പേർ കയ്പമംഗലത്ത് പിടിയിൽ. ശ്രീനാരായണപുരം ആമണ്ടൂർ സ്വദേശി കാട്ടകത്ത് ബഷീർ ബാബു, പറവൂർ ചേന്നമംഗലം സ്വദേശി ചെട്ടിപ്പറമ്പിൽ ഗോപകുമാർ, മേത്തല സ്വദേശി വാലത്തറ വീട്ടിൽ രാജേഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിൽ 18 തവണയായി 315 ഗ്രാം മുക്കുപണ്ടം പണയപ്പെടുത്തി 14 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി പോക്കാക്കില്ലത്ത് ബഷീറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 7ഓളം ധനകാര്യ സ്ഥാപനങ്ങൾ കൂടി ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ബഷീറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റു പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത്. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന വ്യാജ ആഭരണങ്ങളാണ് ഇവർ കൊണ്ടുവന്ന് പണയപ്പെടുത്തിയിരുന്നത്. 1 പവൻ തൂക്കം വരുന്ന വള 12,000 രൂപ കൊടുത്താണ് ഇവർ കൊണ്ടുവരുന്നത്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ച് 1 കോടിയിലധികം രൂപ പ്രതികൾ തട്ടിയെടുത്തിരുന്നതായി പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ DYSP VK രാജു, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SIമാരായ KS സൂരജ്, ഹരിഹരൻ, ASI മുഹമ്മദ് റാഫി, സീനിയർ CPO സുനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘം പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു.
ചെറുതുരുത്തിയിൽ മണൽക്കടത്ത് പിടികൂടി. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചെറുതുരുത്തി SI നിഖിലിന്റെ നേതൃത്വത്തിൽ മണൽക്കടത്ത് മാഫിയ സംഘത്തിന്റെ വാഹനങ്ങളും മണലും പിടികൂടിയത്. 3 പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ SIക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദേശമംഗലം ഊരോളിക്കടവിൽ നിന്ന് മിനി പിക്കപ്പ് വാൻ പിടികൂടിയത്. മണൽ നിറച്ച് ചാക്കുകളാക്കി കൊണ്ടുവന്നിരുന്ന വാഹനത്തിന് എസ്കോട്ടായി വന്നിരുന്ന ബൈക്കും പോലീസ് പിടിച്ചെടുത്തു. മണൽവേട്ടയ്ക്ക് സിവിൽ പോലീസ് ഓഫീസർ B. വിനീത് മോൻ, ഡ്രൈവർ നിതീഷ്, ഹോംഗാർഡ് നാരായണൻ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാരനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു. ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും SHO V. സജീഷ് കുമാർ അറിയിച്ചു. ഫാസ്ടാഗിന് പണമില്ലാതെ എത്തിയ കാറിലെ യാത്രക്കാർ ടോൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പരിക്കേറ്റ കല്ലൂർ ഞെല്ലൂർ സ്വദേശി നമ്പാടൻ വീട്ടിൽ ഡേവിഡ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാരിക്കേഡ് തുറക്കാൻ ജീവനക്കാരൻ വിസമ്മതിച്ചതോടെ മുൻസീറ്റിലിരുന്ന യാത്രക്കാരൻ ക്ഷുഭിതനായി പുറത്തിറങ്ങി ഡേവിഡിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ടോൾ പ്ലാസയിലെ കൂടുതൽ ജീവനക്കാർ എത്തുന്നത് കണ്ടതോടെ യാത്രക്കാർ ഓൺലൈനായി തുക അടച്ച് കാറുമായി കടന്നുകളയുകയായിരുന്നു. കാറിന്റെ നമ്പറും ടോൾ പ്ലാസയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളുമായി ടോൾ പ്ലാസ അധികൃതർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് ചെരുപ്പ് തെയ്യുന്ന കാലം കഴിഞ്ഞുവെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. സംസ്ഥാന തദ്ദേശ ദിനാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തുകളിലും K-സ്മാർട്ട് നടപ്പിലാകും. ഇതോടെ വീട്ടിലിരുന്ന് ഒറ്റ സോഫ്റ്റ്വെയറിൽ സേവനങ്ങൾ നേടാനാകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. K-സ്മാർട്ടിനെ വിമർശിച്ചിരുന്നവർ ഇന്ന് അനുകൂലിക്കുകയാണ്. ജനങ്ങളുടെ പരിപൂർണ പിന്തുണയാണ് K-സ്മാർട്ടിന് ലഭിക്കുന്നത്. മറ്റ് നഗരസഭകൾക്ക് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള മികച്ച സേവനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് തദ്ദേശ ദിനാഘോഷത്തിന് ഗുരുവായൂരിനെ തെരഞ്ഞെടുത്തതെന്നും മന്ത്രി പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് BP മുരളി, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 18, 19 തീയതികളിലാണ് ഗുരുവായൂരിൽ സംസ്ഥാന തദ്ദേശ ദിനാഘോഷം നടക്കുന്നത്. കേരളത്തിൽ നിന്ന് പഠിക്കാൻ, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുക്കണം എന്ന് നാം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതും ഗുരുവായൂരിൽ നടക്കുന്ന എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ചയ്ക്കിടെ നടന്ന സംഘട്ടനവുമായി ബന്ധപ്പെട്ട് ബ്ലാങ്ങാട് മിറാക്കിൾ, HMC എന്നീ ക്ലബ്ബുകൾക്ക് പോലീസിന്റെ നോട്ടീസ്. മണത്തല, ചന്ദനക്കുടം, വട്ടേക്കാട് എന്നീ നേർച്ചകളിൽ 2 ക്ലബ്ബുകളോടും പങ്കെടുക്കുവാൻ പാടില്ലെന്ന് കാണിച്ചാണ് പോലീസ് നോട്ടീസ് നൽകിയത്. എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ച ദിവസമുണ്ടായ സംഘട്ടനം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. 2 ക്ലബ്ബുകളും നേർച്ചകളിൽ പങ്കെടുത്താൽ സമാനമായ കുറ്റകൃത്യം നടക്കുവാൻ സാധ്യതയുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാവക്കാട് പോലീസ് നോട്ടീസ് നൽകിയത്. ഇടുക്കി ജില്ലാ കുടുംബശ്രീ മിഷന്റെ ജില്ലാ പ്രോഗ്രാം മാനേജരായി പ്രവർത്തിക്കുന്നതിനിടെ വാഹനാപകടത്തിൽ മരിച്ച രാംനേഷിന്റെ കുടുംബത്തിന് കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കൈമാറി. പെരിഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷനിലെ ലൈവ്ലി ഫുഡ് ജില്ലാ പ്രോഗ്രാം മാനേജറായിരിക്കെ 2023 ജൂൺ 12-ാം തീയതി തിരുവനന്തപുരത്ത് നടന്ന വാഹനാപകടത്തിലാണ് PR രാംനേഷ് മരിച്ചത്. ഇടുക്കി ജില്ലാ മിഷൻ കോർഡിനേറ്റർ CR മിനി, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C. നരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി, തൊടുപുഴ ചെയർപേഴ്സൺ സുഷമ ജോയ്, CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, അവണിശ്ശേരി CDS ചെയർപേഴ്സൺ പ്രസീത PG തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കുടുംബശ്രീ ചെയ്തിട്ടുണ്ട്. ഇപ്പം മേപ്പാടിയിലെ ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും വലിയ സംഭാവന കൊടുത്തത് ഒരു ബിസിനസ് ഗ്രൂപ്പുമല്ല. മേപ്പാടിയിലെ ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും ഉയർന്ന സംഭാവന കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് കുടുംബശ്രീ എന്നാണ്. കയ്പമംഗലം കാക്കാത്തിരുത്തിയിൽ ഹോട്ടൽ കുത്തി തുറന്ന മോഷണം. 4 ചാരിറ്റി ബോക്സുകളിൽ നിക്ഷേപിച്ചിരുന്ന പണം കവർന്നു. കാക്കാത്തിരുത്തി സെന്ററിൽ പ്രവർത്തിക്കുന്ന കോഫി ബ്രേക്ക് റെസ്റ്റോറന്റിലാണ് മോഷണം നടന്നത്. ഹോട്ടലിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന ചാരിറ്റി ബോക്സുകളിൽ നിക്ഷേപിച്ചിരുന്ന പണമാണ് കവർന്നത്. വാതിൽ തുറക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര ഹോട്ടലിനകത്ത് നിന്ന് കണ്ടെത്തി. കടയുടമ ഹുസൈന്റെ പരാതിയിൽ കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കല്ലൂർ പാടം വഴിയിൽ പാലത്തിലിടിച്ച് കാർ തോട്ടിലേക്ക് ചെരിഞ്ഞു.
നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ ദിശാബോർഡിലേക്ക് ഇടിച്ചു കയറി. കാർ തോട്ടിലേക്ക് മറിയാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആമ്പലൂർ ഭാഗത്തുനിന്ന് കല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലത്തിന് മുൻപുള്ള വളവിൽ നിയന്ത്രണം വിട്ട കാർ ദിശാബോർഡിൽ ഇടിച്ചതിന് ശേഷം പാലത്തിന്റെ സുരക്ഷാ ഭിത്തിയിൽ ഇടിച്ചു നിന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇരിങ്ങാലക്കുട പിണ്ടിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ഏൽപ്പയ്യ ഏൽപ്പയ്യ എന്ന വീഡിയോ ഗാനം ശ്രദ്ധേയമാകുന്നു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അധ്യാപകനും എഴുത്തുകാരനുമായ പ്രവീൺ എം കുമാറാണ് ഈ വീഡിയോ ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. തുടർച്ചയായ 3-ാം വർഷമാണ് പിണ്ടിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പ്രവീൺ എം കുമാർ അടക്കമുള്ള കലാകാരന്മാർ ഗാനം ഒരുക്കിയത്. മുൻവർഷങ്ങളിൽ ഇരിങ്ങാലക്കുടക്കാരി ഓ ബാൻഡുമേളക്കാര, മുത്തുക്കുടകൾ, വർണ്ണ ബലൂണുകൾ എന്നീ പിണ്ടിപ്പെരുന്നാൾ ഗാനങ്ങൾ ഇവർ ഒരുക്കിയിരുന്നു. ഇരിങ്ങാലക്കുടക്കാരായ 12 ഗായകരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയാണ് ഈ വർഷം ഏൽ പയ്യ എന്ന ഗാനം ഒരുക്കിയത്. സെന്റ് തോമസ് പള്ളിയില് ധനഹത്തിരുന്നാൾ വന്നെത്തി, ഏൽ പയ്യ പാടുന്നേ, നാടും വീടും ഒരുങ്ങുന്നേ. പ്രശാന്ത് ശങ്കർ ഈണം പകർന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ജോയ് പയ്യപ്പള്ളി, ജിമ്മി വർഗീസ്, എസ് ജെ മാർസ്, ഇമ്മാനുവൽ ലോറൻസ്, ഡിമൽ ഡേവിസ്, ക്രിസ്റ്റീൻ ലോറൻസ്, റിനോയ് ജോയ്, ദീപി വർഗീസ്, അന്ന റോസ്, ആൻ തെരേസ, ഡിനു ഡേവിസ്, വിപിൻ മാത്യു എന്നിവരാണ്. ഫോട്ടോ ജോക്കി വിശ്വനാഥാണ് ക്യാമറ. 3 തലമുറകൾക്ക് ഒരുപോലെ ആസ്വാദികരമായ രീതിയിൽ അണിയിച്ചൊരുക്കിയ ഗാനം കോൺസെപ്റ്റ്സ് ലാബിന്റെയും PV's മീഡിയയുടെയും ബാനറിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മ്യൂസിക്കൽ വീഡിയോയുടെ നിർമ്മാണ സഹായികൾ ജീസ് ലാസറും ലിവിൻ വർഗീസുമാണ്. റിലീസ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ 10,000ങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഗാനം ആസ്വദിച്ചത്. PCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ ദനഹ തിരുനാളിനോടനുബന്ധിച്ച് ബാൻഡ് സെറ്റ് മേളം അരങ്ങേറി. കത്തീഡ്രൽ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു മേളം. ഏഞ്ചൽ വോയ്സ് മൂവാറ്റുപുഴ, ന്യൂസ് സംഗീത തിരൂർ എന്നിവയുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ ബാൻഡ് സെറ്റ് മേളത്തിൽ അണിനിരന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണുകടൻ നേതൃത്വം നൽകും. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസമായി നടന്നുവന്നിരുന്ന മഹാരുദ്രയജ്ഞത്തിന് സമാപനമായി. ശൈവമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ വസൂർധാരയോടെയാണ് 4ാം അതിരുദ്രയജ്ഞത്തിനു വേണ്ടിയുള്ള 3ാം മഹാരുദ്രയജ്ഞത്തിന് സമാപനം കുറിച്ചത്. യജ്ഞപുണ്യം നുകരാൻ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. 11 വെള്ളിക്കലശങ്ങളിൽ എണ്ണ, പഞ്ചാമൃതം, പഞ്ചഗവ്യം, നെയ്യ്, പാൽ, തൈര്, തേൻ, കരിമ്പിൻ നീര്, ചെറുനാരങ്ങ നീര്, ഇളനീർ, അഷ്ടഗന്ധജലം എന്നിവ ശ്രീരുദ്ര മന്ത്രജപത്താൽ ചൈതന്യമാക്കിയ ശേഷമായിരുന്നു അഭിഷേകം. 11 ദിവസങ്ങളിലായി 121 കലശക്കുടങ്ങളാണ് മഹാദേവന് അഭിഷേകം ചെയ്തത്. ചടങ്ങുകൾക്ക് തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ചുകുപുരം ദിലീപും സംഘവും അവതരിപ്പിച്ച ആൽത്തറമേളം, നടരാജ മണ്ഡപത്തിൽ തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ശ്രീകൃഷ്ണ ഭാരതം ബാലെ എന്നിവയും നടന്നു. സമാപനം കുറിച്ച് നടന്ന പ്രസാദവൂട്ടിൽ 3000-ലധികം ഭക്തർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭാ ചെയർമാനെതിരെ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് കൌൺസിലിൽ നിന്നും സസ്പെൻഡ് ചെയ്ത കൌൺസിലർ വത്സൻ ചമ്പക്കര നടത്തിവന്നിരുന്ന കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. തന്റെ വാർഡിലെ റോഡിന് അനുവദിച്ച ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് വെള്ളിയാഴ്ച നടന്ന യോഗത്തിലാണ് കൌൺസിലർ വത്സൻ ചമ്പക്കര ചെയർമാൻ എബി ജോർജുമായി വാക്കേറ്റം നടന്നത്. പൌരസമിതി ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് വത്സൻ സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് നഗരസഭയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ചെയർമാൻ അറിയിച്ചു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായുള്ള തിരുവില്ലാമല കുംഭമേളയ്ക്ക് തുടക്കമായി. പാലക്കാട് മങ്കര ആദിശങ്കര അഖാഡയുടെയും കേരളത്തിലെ വിവിധ ധർമ്മ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലാണ് കുംഭമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പാമ്പാടി ബ്രഹ്മപുത്ര ഓഡിറ്റോറിയത്തിൽ സന്യാസി സത്സംഗം, ആചാര്യഭരണം, നിലയിൽ മഹാനദി സങ്കല്പം, കലശപൂജ, കാപ്പുകെട്ടൽ എന്നിവ നടന്നു. ഞായറാഴ്ച പാമ്പാടി നെഹ്റു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം, പരിസ്ഥിതി സെമിനാർ, സന്യാസി പൂജ, നിളാപൂജ, ആരതി എന്നിവയുണ്ടാകും. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 108 സന്യാസിമാരാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്.
നെല്ലുവായ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. ശനിയാഴ്ച പുലർച്ചെ 7 നടന്ന ദ്വാദശി പണം സമർപ്പണത്തോടെയാണ് ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമായത്. തുടർന്ന് ദ്വാദശി ഊട്ടും നടന്നു. നിരവധി ഭക്തർ ഊട്ടിൽ പങ്കെടുത്തു. 2000 പേർക്കുള്ള ഊട്ടാണ് ഒരുക്കിയിരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ദീപാരാധനയ്ക്കും ആയിരങ്ങൾ എത്തിയിരുന്നു. രാത്രിയിൽ നാഗസ്വര കച്ചേരി, ഭക്തി ഗാനസുദ്ധ, പഞ്ചവാദ്യം, തായമ്പക എന്നിവയും നടന്നു. ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശിയുടെ സമാപനമായ ദ്വാദശി ഊട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഭവസമൃദ്ധമായുള്ള സദ്യ തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്ന അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ വരെ നടന്ന ഈ ഏകാദശി ആഘോഷങ്ങളിൽ ഭാഗവാക്കായവർക്കും അതിനുവേണ്ടി സഹകരിച്ചവർക്കും എല്ലാ നല്ല മനസ്സുകൾക്കും ഹൃദയംഗമമായ ഒരു നന്ദി ദേവസ്വം ബോർഡിന്റെ പേരിൽ അറിയിക്കുകയും കൂടി ചെയ്യട്ടെ. ചേലക്കര വട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ പെരുന്നാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോസഫ് മാത്യു, ഫാദർ എൻ.എം. ജോർജ് വട്ടുള്ളി, തമ്പോർക്കുന്ന് ഫാദർ രഞ്ജിത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ പ്രദക്ഷിണം, ലേലം, നേർച്ച എന്നിവ നടന്നു. വികാരി ഫാദർ എൽദോ സാജു, ട്രസ്റ്റി ഷിജു കോച്ചേരി, സെക്രട്ടറി ജിനീഷ് കാവിക്കുന്നേൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയത്തിലെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ദാവീദ് വിധേയത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡിൻഡോ മുറ്റിച്ചൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. തിരുനാൾ ജനറൽ കൺവീനർ ടി.ഡി. ജോസ്, കൈക്കാരന്മാരായ വർഗീസ് ചാലക്കൽ, എ.പി. റോബി, നവീൻ തോമസ്, ട്രഷറർ ഫ്രാൻസിസ് ചാലക്കൽ, സെക്രട്ടറി ജിജി ജോൺസൺ, ജോസഫ് മാങ്ങൻ, അഡ്വക്കേറ്റ് സന്തോഷ് മുണ്ടുംപാല തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. വള്ളത്തോൾ നഗർ മേലെ വെട്ടിക്കാട്ടിരി വലിയുല്ലാഹി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ ആണ്ടുനേർച്ചയും അന്നദാനവും നടന്നു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മുസ്ലിംകുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മൗലീദ് മജ്ലിസ് നടന്നു. മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി, കെ.എസ്. മുഹമ്മദ് അലി ഹാജി എന്നിവർ നേതൃത്വം നൽകി. കുടപ്പുഴ ബ്രാഞ്ച് കനാലിലൂടെ തുറന്നുവിട്ട വെള്ളത്തിൽ വീണ്ടും കുട്ടികളുടെ ഡയപ്പർ കൂമ്പാരം. ചാക്കുകളിൽ നിറച്ച ഡയപ്പറുകളാണ് കനാലിൽ തള്ളിയത്. വീടുകളിൽ ഉപയോഗിച്ച ശേഷം സംസ്കരിക്കാതെ സൂക്ഷിച്ചിരുന്ന ഡയപ്പറുകളാണ് കനാലിലേക്ക് തള്ളിയത്. ചാലക്കുടി നഗരസഭ കഴിഞ്ഞ വർഷം നടപ്പിലാക്കാൻ ശ്രമിച്ച ആക്രി ആപ്പ് പദ്ധതി നിലവിൽ വന്നാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എറണാകുളത്തെ ഏജൻസിയായ ആക്രി ആപ്പ് നഗരസഭയുമായി നേരത്തെ കരാറുണ്ടാക്കിയിരുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി നടപ്പിലാക്കാനായിട്ടില്ല. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. കാഴ്ചശീവേലിക്ക് പഞ്ചാരി മേളത്തിന് ജിതിൻ കല്ലാറ്റ് പ്രാമാണികത്വം വഹിച്ചു. തുടർന്ന് ആനയൂട്ട് നടന്നു. പൂരം എഴുന്നള്ളിപ്പിൽ പാണ്ടിമേളത്തിന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പ്രമാണത്തിൽ പാണ്ടിമേളം അരങ്ങേറി. ചമകല സംസ്കാരം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എം.ടി. സ്മൃതിയും അന്തരിച്ച ഗായകൻ പി. ജയചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. വീനസ് ഗ്രന്ഥശാലയിൽ നടന്ന അനുസ്മരണം ഓഗസ്റ്റ് ബുക്സ് ചെയർമാൻ ആർ.ഐ. സക്കറിയ ഉദ്ഘാടനം ചെയ്തു. എം.ടി. വാസുദേവൻ നായരുടെ കഥാലോകത്തെക്കുറിച്ച് ഇ.എസ്. സലീം ആമുഖ പ്രഭാഷണം നടത്തി. സതീഷ് കുമാർ വിശാഖപട്ടണം, സംസ്കാരം കൂട്ടായ്മ സംഘാടകരായ ഷൈജൻ ശ്രീവത്സം, ഹുസൈർ മുഹമ്മദ്, സിദ്ധാർത്ഥൻ പഴുമ്പറമ്പിൽ, മണികണ്ഠൻ കാട്ടാമ്പിള്ളി, സലീം ചാമക്കല, ഷക്കീർ ബാവു, അബ്ദുൾ റഹ്മാൻ പള്ളിപ്പറമ്പിൽ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, എം.സി.എം. താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു.
കല്ലൂരിൽ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാവല്ലൂർ പുളിക്കത്തറ മോഹനന്റെ മകൻ 17 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃക്കൂർ സർവോദയ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ സഹോദരൻ 2 വർഷം മുൻപ് അപകടത്തിൽ മരിച്ചിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ നിർവഹിച്ചു. 12, 13, 14 തീയതികളിലാണ് തിരുനാൾ. ഞായറാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂറാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ 13-ാം തീയതി രാവിലെ 10:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ റിജോ എലുവത്തിങ്കൽ നിർവഹിച്ചു. KLM ലൈറ്റ് ടവർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സ്വിച്ച് ഓൺ ചെയ്തു. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികനായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന തിരുനാൾ വിപലിക്ക് ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് കാർമ്മികത്വം വഹിക്കും. ദേശീയപാത മുടിക്കോട് 6-ാം കല്ലിൽ ഡിവൈഡറിലേക്ക് ടെമ്പോ ട്രാവലർ ഇടിച്ചുകയറിയ അപകടം. തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ട്രാവലറിന്റെ ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണം. യാത്രക്കാർ ഉണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല. ഹൈവേ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. നെല്ലിക്കുന്ന് മാർ തിമോത്തിയൂസ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജാക്ക് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, ഡെപ്യൂട്ടി മേയർ ML റോസി, കൌൺസിലർ മേഴ്സി അജി, കൈക്കാരന്മാരായ MR തിമോത്തി, TP ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വമാനവികതയുടെ പണപ്പാട്ടുകാരാവാൻ വേണ്ടിയാണ് ഈ 60-ാം വാർഷികാഘോഷവും. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,300 രൂപ, പവന് 58,400 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,304 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഭാവഗായകൻ P. ജയചന്ദ്രന് കലാകേരളം യാത്രാമൊഴി നൽകി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂർ ചേതമംഗലത്തെ പാലിയം തറവാട്ടിൽ നടന്നു. പാലിയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം മുടക്കിയ സംഭവത്തിൽ SIയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. പേരാമംഗലം SI വിജിത്തിനെയാണ് തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത്. തീരദേശത്ത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടിയ സംഘത്തിലെ 3 പേർ കൈപ്പമംഗലത്ത് പിടിയിൽ. 1 കോടിയിലധികം രൂപ പ്രതികൾ തട്ടിയെടുത്തതായി പോലീസ്. ചെറുതുരുത്തിയിൽ മണൽക്കടത്ത് പിടികൂടി. മണൽക്കടത്ത് മാഫിയ സംഘത്തിന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. 3 പേർ ഓടി രക്ഷപ്പെട്ടു. പാലിയേക്കാട് ടോൾ പ്ലാസയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാരനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.